UDF ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്നു. BJP വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കർമ്മഭൂമിയാണ് ഈ പറയുന്ന ചേർപ്പ് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആഴത്തിൽ വേരുകളുള്ള ഈ പ്രദേശം ഒരു കാരണവശാലും ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ ഈ കൺവെൻഷൻ ഉണ്ടാകുന്നത്. എന്തൊക്കെ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പാകുമ്പോ ഏകോദര സഹോദരങ്ങളെ പോലെ കൈകോർത്തുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഇനി ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ഭിന്നതകൾ ഉണ്ടായിട്ട് ഒരു ആനുകൂല്യം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഇത് UDF ഒറ്റക്കെട്ടാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ചരിത്രത്തിൽ ഏറ്റവും കോർഡിനേറ്റഡ് ആയിട്ട് UDF ഓപ്പറേഷൻ നേടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കോർപ്പറേഷനുകളിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം. ഇതിലെ രണ്ട് മുന്നണികളെ കുറിച്ച് പറഞ്ഞാൽ കേരളമാണ് അല്ലെ, കേരള പ്രസ്ഥാനമാണെന്ന് പറയുന്നത്. അവരെ അപേക്ഷിച്ച് ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് നിരവധി സങ്കീർണമായ പ്രക്രിയകളിലൂടെ നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാം കൺസെൻസസോട് കൂടിയിട്ട് ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചു, ഐക്യ ജനാധിപത്യത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ ഇത്തവണ എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേടാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഈ തെരഞ്ഞെടുപ്പ് UDF ജയിക്കാൻ പോകുന്നത്. വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയാണ് BJP എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുവാനുള്ള സമയമാണ് തെരഞ്ഞെടുപ്പ്. പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള അവസരം കൂടിയാണിത്. ഒഴുക്കിനെതിരെ നീന്തിയവനാണ് താൻ. വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം. തന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം മറ്റാർക്കും വേണ്ടെന്ന് പറയുന്ന മന്ത്രിമാരാണ് ഇവിടെ ഭരിക്കുന്നത്. കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വഹാബ് കടവിൽ, കേരള കോൺഗ്രസ് നേതാവ് കൃഷ്ണകുമാർ, KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, MN ഉണ്ണികൃഷ്ണൻ, MK അബ്ദുസലാം, CN ഗോവിന്ദൻകുട്ടി, ജോസഫ് പെരുമ്പിള്ളി, ബിജു കുണ്ടുകുളം, KK അശോകൻ, TK പൊറിഞ്ചു, CO ജേക്കബ്, IA വിൽസൺ എന്നിവർ സംസാരിച്ചു. ചെയർമാനായി മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ, കൺവീനർമാരായി TN ഉണ്ണികൃഷ്ണൻ, ജോർജ് ആൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി.